പച്ചരിയും കൊണ്ട് ചോറുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഒന്ന് കഴിച്ച് നോക്കൂട്ടോ, ഒടുക്കത്തെ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പച്ചരിപ്പൊടിയും കൊണ്ട് ദോശ, പുട്ട്, ഇഡലി ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷെ ചോറ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ടോ എന്ന് വെച്ചാൽ അധികം ആളുകളും കഴിക്കാറുണ്ടായിരിക്കില്ല കേട്ടോ. ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ പുതുതായി വെച്ച് തുടങ്ങിയ ഒരു ചോറാണിട്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ചോറിനേക്കാളും എനിക്കിതിൻ്റെ കഞ്ഞിയാണ് ഇഷ്ടം. പച്ചരിക്കഞ്ഞി അടിപൊളിയാണ്, ഒരു കറിയും വേണ്ട, നമുക്ക് വെറുതെ വലിച്ചു കുടിക്കാം കേട്ടോ. ഇത് ബീഫ് കറിയാണ്. എനിക്ക് ബീഫ് കറിയേക്കാളും ഇഷ്ടം ബീഫ് ഫലത്താണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കണ ബീഫില്ലേ, അതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എല്ലാവരുടെയും ഒരു ഇഷ്ടം മാനിച്ച് അമ്മ ബീഫ് കറിയാണ് വെച്ചത്. ഇത് ചെമ്മീപ്പുളി ഇട്ട് വെച്ച അയലക്കറിയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ചെമ്മീപ്പുളി ഇട്ട് വെക്കുന്ന എന്ത് മീൻ കറിക്കും ഒടുക്കാത്ത ടേസ്റ്റാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് നമ്മളുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചരി ചോറും കുറച്ച് ബീഫും അയലക്കറിയും കൂട്ടി നമുക്കിന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാം. എൻ്റെ കഴിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ടേസ്റ്റായിരുന്നു എന്ന്. അത്രയേ ഉള്ളൂ.